2 കിടങ്ങ്, അതിൻ്റെ ഇടയിൽ വരുന്ന ഈ നീരുറവ തടഞ്ഞു വെച്ചിരിക്കുക. ഇത് തീർച്ചയായും ഒരു അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഈ കെട്ടിയിട്ട് ചെറിയ റോൾസ് ഇട്ടിട്ടുണ്ട് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബാക്കി ഭാഗങ്ങൾ 2 കിടങ്ങായിട്ട് അപ്പുറത്ത് പോവും, ഇപ്പുറത്തും നടുക്ക് ഇങ്ങനെ കെട്ടിമുട്ടിച്ചിരിക്കുക. ഇത് കണ്ടോ, ഇത് രണ്ടും മലേൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഒരു ചാല. ഇത് ഭൂമിൻ്റെ പ്രതലഭാഗത്തേക്ക് വെള്ളം ഇറങ്ങുകയും മുണ്ടക്കൈ പോലെ അപകടങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണിത്. ഇതൊക്കെ ജനങ്ങളെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എങ്കിൽ ദുരന്തങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ ഇതിനൊക്കെ മറുപടി വരേണ്ടത് ഈ പ്രദേശവാസികളാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തിയതാ. ഇത് ശരിക്കും ഇതിന് അനുമതി കൊടുത്ത ഗവൺമെൻറ്റിനെതിരെയും ശബ്ദമുയർത്തേണ്ടതുണ്ട്. കാരണം ഈ വെള്ളം ഒരു ചെറിയൊരു പൊട്ടിപ്പം തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ പൊട്ടിയതുകൊണ്ടാണല്ലോ ഇങ്ങനെ മണ്ണ് വന്ന് നിറഞ്ഞത്. ഈ ചാലാണ്, ഈ വെള്ളം ഒഴുകുന്ന ഈ ചാലാണ് ഇവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് പുത്തുമലയും മുണ്ടക്കൈയും ചൂരൽമലയും പോലത്തെ പ്രദേശങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതിന് അനുമതി കൊടുക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് ഒന്നേ പറയാനുള്ളൂ, ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന വെള്ളമുണ്ടയുടെ പുളിഞ്ഞാൽ ഭാഗത്തുള്ള ജനങ്ങളുടെ ഒരു സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു വശം. കാരണം ഇത് അനുമതി കൊടുക്കുമ്പോൾ ഇത്ര ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്, താഴത്ത് താമസിക്കുന്നുള്ളൊരു ബോധം ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. ഒരു വിപത്ത് വന്ന് ഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ശരിക്കും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ ചാല് എവിടം വരെ പോകുന്നുണ്ടെന്ന് വിചാരിച്ചാൽ ഇവിടെയും കെട്ടിമുട്ടിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഒരു അത്യാവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇവിടം വരെ വന്ന് ഈ വീഡിയോ ചിത്രീകരിക്കാൻ കാരണം. കണ്ടോ, ഈ വെള്ളം ഇവിടെ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ ഉത്ഭവം ഇവിടെ തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ കെട്ടിമുട്ടിച്ചിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് വെള്ളമുണ്ട പുളിഞ്ഞാൽ ഭാഗത്തുള്ള ഒരുപാട് ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകും എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്.